നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ഇന്നലെ പറഞ്ഞു നിർത്തിയ കഥയുടെ രണ്ടാം ഭാഗമാണ് കേട്ടോ. വാനര യുവതിയും മുത്തുമാലയും. അങ്ങനെ പട്ടമഹിഷിയുടെ മുത്തുമാല തടാകത്തരയിൽ ഉരി വെച്ചിരുന്നതാണ്. ജലക്രീഡ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കാണാനില്ല. കാവൽ നിർത്തിയിരുന്ന സ്ത്രീ പറയുന്നത് ഒരു കള്ളൻ വന്ന് കട്ടുകൊണ്ട് പോയി, കള്ളൻ ഓടിപ്പോണ കണ്ടു എന്ന് പറഞ്ഞു ഒച്ചയിട്ടു. രാജഭടന്മാർ കള്ളനെ അന്വേഷിച്ച് പോയി. 4 പാടും പോയി രാജഭടന്മാർ കുതിരപ്പുറത്തൊക്കെ ഓടി പോകുമ്പോൾ അപ്പോൾ എന്താണെന്നറിയില്ല, ആ നാട്ടിൽ കുറേ അങ്ങോട്ട് ഉള്ളിലേക്കൊക്കെ മാറി ഗ്രാമത്തിലേക്കൊക്കെ എത്തി. രാജകൊട്ടാരമൊക്കെ വിട്ട അങ്ങനെ പോകുമ്പോൾ ഒരു ഗ്രാമത്തിലൂടെ പോകുമ്പോൾ ഒരു ഗ്രാമീണൻ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് എതിരെയുള്ള വഴി നടന്നു വരികയായിരുന്നു. കുതിരക്കുളമ്പടിയും രാജാവിൻ്റെ ഭടന്മാരുടെ ഓട്ടവും ചാട്ടവും വാളൂരി പിടിച്ചുകൊണ്ടും കയറൂരി പിടിച്ചുകൊണ്ടൊക്കെ ഓടണം. ഇപ്പം എന്താണാവോ ബഹളം. അദ്ദേഹത്തിന് തോന്നി, അയ്യോ എന്തോ ഒരു പന്തികേടുണ്ട്. തന്നെ കണ്ടപ്പോൾ ഇവർ ആരെ കണ്ടു കിട്ടിയാലും പിടിക്കാനായിട്ടാവും പോണേ. ആരെങ്കിലും ഓടിപ്പോയിട്ടും തന്നെങ്ങാൻ കണ്ട തന്നെ പിടിച്ചാലോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ കഷ്ടകാലത്തിന് എന്ത് ചെയ്തു ഗ്രാമീണ ഉടൻ തന്നെ ഒരു ഉൾവഴിയിലേക്ക് അങ്ങോട്ട് മാറി. അതൊരു രാജഭടം കണ്ടു. അമ്പട്ടാ ഇപ്പം തന്നെ കള്ളൻ, അല്ലെങ്കിൽ അവന് ഇപ്പം ഇങ്ങനെ നേരെ വന്നവൻ ഇങ്ങനെ ഉൾവഴിയിലേക്ക് പോവും. പിന്നാലെ അങ്ങോട്ട് തിരിച്ചോ, ഓടിവാടാ ദേ പോണു കള്ളൻ എന്ന് പറഞ്ഞ് ഒച്ച വെച്ചുകൊണ്ടാണ്. ഒച്ച വച്ച് പോയപ്പോഴേക്കും മറ്റ് ഭടന്മാരൊന്ന് പിട്ടിയവനെ എന്ന് മുമ്പേ പോയവർക്ക് നിർദ്ദേശം കൊടുത്തു. ഒട്ടുക്ക പാവം പിടിച്ച ഗ്രാമീണനെ അങ്ങ് പേട്ടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ കള്ളനെ കയ്യെ കിട്ടിയാൽ പിന്നെ രാജദൂതന്മാർ വെറുതെ വെച്ചേക്കോ. കിട്ടിയൊരു പുറത്തനിട്ട് ഇടിച്ചിട്ടിച്ച് ഇടിയും കൊണ്ടിട്ട് പാവത്തിന് മിണ്ടാൻ വയ്യാണ്ട് അതിനൊരു കണക്കിന് പൊക്കി പിടിച്ച് നേരെ രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കി. രാജാവിനെ കണ്ടപ്പോൾ തന്നെ പാവം തോന്നി. പാവം മനുഷ്യൻ, ഇവരേതായാലും ഇടി കുറ കൊടുത്തിട്ടുണ്ട്. പക്ഷേ രാജഭടന്മാരെ വല്ലതും പറയാൻ പറ്റുമോ? കാരണം അവരോട് കള്ളനെ പിടിച്ചുകൊണ്ട് വരാനാണ് പറഞ്ഞേക്കണം. ഇടിക്കാൻ കള്ളന്മാർ ധൈര്യം അറിയുമോ? ഇട്ടി കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ രാജഭടന്മാരിലെ നേതാവായിട്ടുള്ള ആ മുഖ്യ രാജഭടൻ ചോദിച്ചോ, നീ രാജ്ഞിയുടെ മുത്തുമാല മോഷ്ടിച്ചോ? ഇടിക്കണവരൊക്കെ മാല എടുത്ത് എന്തിനാടാ? പട്ടമഹിഷിയുടെ മുത്തുമാല നീ എന്തൊരു കട്ടു എന്ന് ചോദിച്ചിട്ടാണ് ഇടിക്കണം. അപ്പോൾ ഗ്രാമീണന് മനസ്സിലായി, പട്ടമഹിഷിയുടെ മുത്തുമാല കളവ് പോയി. അത് അവർ കള്ളനെ തേടി വരുമ്പോഴാണ് ഞാൻ ഈ കെണിയിൽ വന്ന് പെട്ടത്. ഇനിയിപ്പം ഞാൻ ഇടികൊണ്ട് എനിക്കിപ്പോൾ വയ്യാണ്ട ഈ ഒരുപാട് ഇടിയായി കൊള്ളണേ. ഇനിയിപ്പോൾ ഈ കളവ് ചെയ്തത് ഞാനാണെന്ന് സമ്മതിച്ച ഇവർ ഇടി നിർത്തും. സമ്മതിക്കാത്തടത്തോളം കാലം എന്നെ ഇടിച്ച് ഇഞ്ച പരുവാക്കി വൈക്കോലിട്ടു പതക്കിട്ടു. എന്നിട്ട് പറയണ വരെ ഇവരെന്നെ ഇടിക്കുക. അപ്പം ഗ്രാമീണന് തോന്നി, രാജാവിൻ്റെ മുമ്പിലേക്ക് എന്തായാലും എത്തട്ടെ എന്ന് വെച്ചിട്ട്, അതെ ഞാനാ മോഷ്ടിച്ചേ, എന്നെ ഇനി തല്ലല്ലേ, ജീവൻ രക്ഷിക്കണേ, ഞാനാ മോഷ്ടിച്ചേ മുത്തുമാല എന്നങ്ങോട്ട് പറഞ്ഞു. അപ്പം നിർത്തിയിടി, വേഗം എണീപ്പിച്ചു, ഉടുപ്പൊക്കെ നേരെ അമ്പാട്ടിനെ ഇട്ടു, കൊണ്ടുപോയി രാജാവിൻ്റെ സദസ്സിൽ ചെന്ന് കൊണ്ടു നിർത്തി. ഇതാ മാല കെട്ടാനെ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ. ഇവൻ ഒളിച്ചു മാറിപ്പോയി. അപ്പോഴേക്കും ഞങ്ങൾ പിന്നാലെ ചെന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു. രാജാവ് ചോദിച്ചു, താൻ മുത്തുമാല രാജ്ഞിയുടെ പട്ടമഹിഷിയുടെ മുത്തുമാല മോഷ്ടിച്ചു. അത് ശരി. അപ്പം ചോദിച്ചു, എന്തിനാ മോഷ്ടിച്ച? കുറ്റം സമ്മതിച്ചല്ലോ, എന്തിനാത് ചോദിച്ചു. അപ്പോൾ അന്നേരം പറഞ്ഞു, എനിക്കിതുവരെ സ്വന്തമായിട്ട് യാതൊന്നുമില്ല തിരുവനന്തപുരം. എനിക്ക് സ്വന്തമായിട്ട് വീടില്ല, എനിക്കൊരു കുടുംബമില്ല, രാജ്ഞിയോ അല്ലെങ്കിൽ വീട്ടുകാരിയോ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, മക്കളോ ഭാര്യ ഒന്നുമില്ല, ഒരു കുടിലിൽ ഞാൻ ജീവിക്കുകയാണ്. എനിക്ക് സ്വന്തമായിട്ട് കൃഷിസ്ഥലങ്ങളില്ല, കൃഷി ചെയ്യാനുള്ള ഉപകരണങ്ങളൊന്നുമില്ല, കാളകളൊന്നുമില്ല, കന്നുകാലികളൊന്നുമില്ല. ഞാനിങ്ങനെ അഴിഷ്ടിച്ച് ഓരോരോ ക്ഷേത്രങ്ങളിലൊക്കെ മാറിപ്പോയി ഓരോരോ പ്രഭുഭവനങ്ങളിലൊക്കെ ചെന്ന് എന്തെങ്കിലും ദാനം വാങ്ങിച്ചൊക്കെ അങ്ങനെ ജീവിക്കുകയാണ്. എനിക്ക് ഒരുപാട് ശക്തിയുള്ള ജോലിയൊന്നും അധ്വാനിക്കുന്ന ജോലിയൊന്നും ചെയ്യാനും എന്നെ കൊണ്ടിട്ട് വയ്യ. അതുകൊണ്ട് എന്തിനാണ് ഞാൻ ഈ മാല മോഷ്ടിച്ചതെന്ന് വെച്ചാൽ, ഇവിടെ പട്ടണത്തിലൊരു വ്യാപാരിയുണ്ട്, ധനകീർത്തി എന്ന് പറയുന്ന ആണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് ഈ മുത്തുമാല വേണമെന്ന് പറയണം. അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ പട്ടമഹിഷിയുടെ മുത്തുമാല മോഷ്ടിച്ചതെന്ന് പറഞ്ഞു. ധനകീർത്തി പറഞ്ഞിട്ടോ? ഞാൻ മാല എടുത്ത വഴിക്ക് തന്നെ ഞാൻ അയാൾക്കത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ധനകീർത്തിയുടെ കയ്യിലുണ്ട് മാല എന്ന് പറഞ്ഞു.
ഓഹോ, അങ്ങനെയാണോ? വേഗം രാജഭടന്മാരെ ഓടിച്ചു വിട്ട് ധനകീർത്തി കൊണ്ടുവന്നു. രാജാവിൻ്റെ മുമ്പിൽ ധനകീർത്തി കൊണ്ടുവന്നു. ധനകീർത്തിയെ ചെന്ന് പിടിച്ചിട്ട്, മുത്തുമാല ഇടറാ, നീ മാല കെട്ടുമല്ലേ, മാല കെട്ടുമല്ലേ, മാല എവിടെ, മാല എവിടെയെന്ന് ചോദിക്കണം. അപ്പം ധനകീർത്തിക്ക് പെട്ടെന്ന് തന്നെ നല്ല 4 ഇടി അങ്ങോട്ട് കിട്ടിയപ്പോൾ ധനകീർത്തി വിചാരിച്ചതിന് ഞാൻ മാല മോഷ്ടിച്ചു എന്ന് സമ്മതിക്കുക ഭേദം. അയ്യോ, അല്ലെങ്കിൽ ഇടി കൊണ്ട് ഇവരെന്നെ കൊല്ലുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ മോഷ്ടിച്ചു, നീ പറഞ്ഞിട്ടാണോ ഗ്രാമീണൻ മാല മോഷ്ടിച്ച്? അതേന്ന് അങ്ങോട്ട് സമ്മതിച്ചു. അങ്ങനെ ധനകീർത്തിയെ രാജകൊട്ടാരത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ വന്നിട്ട് രാജാവ് ചോദിച്ചു, ധനകീർത്തി പറഞ്ഞിട്ട് ഈ ബ്രാഹ്മണനോട് മാല മോഷ്ടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു? ഓ, ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊക്കെ അവിടെ ധനകീർത്തി പറഞ്ഞിട്ടുണ്ട്, സത്യമാണ്. എന്നിട്ട് ആ മാല എന്തു ചെയ്തു? ഞാൻ ആ മാല തിരുമനസ്സേ, അങ്ങക്ക് എന്നോട് ദേഷ്യപ്പെടുമെന്ന് വരുത്, ആ മാല ഞാൻ എന്നോട് മോഷ്ടിക്കാൻ പറഞ്ഞ ആൾക്ക് ഞാൻ കൊടുത്തു. ഓ, അതാ തന്നോട് ആരാ മോഷ്ടിക്കാൻ പറഞ്ഞത്? എന്നോട് ഏതെങ്കിലും വിധത്തിൽ പട്ടമഹിഷിയുടെ മുത്തുമാല മോഷ്ടിച്ച് കൊണ്ടു തരണം എന്ന് പറഞ്ഞു. അതെയോ, അതാരത്? അങ്ങ് അപ്രിയൊന്നും തോന്നരുത്. പട്ടമഹിഷിയുടെ കഴുത്തിൽ ആ മാല കണ്ട് അതിൻ്റെ ഭംഗി കണ്ട് മോഹിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനത് ചെയ്തു എന്നേ ഉള്ളൂ. ആരാന്ന് പറയൂ എന്ന് തിരുമനസ് രാജാവോ നമ്മുടെ ചുറ്റും. അത് അങ്ങയുടെ പുരോഹിതനാണ് എന്ന് പറഞ്ഞു. പുരോഹിതനാ? കേട്ടവർ ഞെട്ടിപ്പോയി. പുരോഹിതൻ പട്ടമഹിഷിയുടെ മാല കണ്ട് മോഹിക്കുക, എന്നിട്ട് അത് മോഷ്ടിച്ച് തരാൻ വേറെ ഒരാളോട് പറയുക. എന്നോട് പുരോഹിതനാ പറഞ്ഞതുകൊണ്ട് വേഗോട്ടനെ പുരോഹിതനെ ഹാജരാക്കി. പുരോഹിതനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പുരോഹിതനോട് ചോദിച്ചു, പുരോഹിതൻ വരുമ്പോൾ എന്താ ഗ്രാമീണൻ അടിക്കൊണ്ട് ഊടുപാടായിട്ടിരിക്കുക. ധനകീർത്തിയാണെങ്കിൽ അതെല്ലാം അപ്പുറം കഷ്ടസ്ഥിതിയിലിരിക്കുക ഇട്ടി കൊണ്ടിട്ട്. ഇനി അയ്യോ, ഇതുപോലെ ഇടി കൊണ്ടാൽ എൻ്റെ കാര്യം വല്ലാണ്ട് കഷ്ടമാവും, അതുകൊണ്ട് ഇടി കൊള്ളാണ്ടിരിക്കാൻ എന്താ ഒരു വഴി? അങ്ങോട്ട് സമ്മതിക്കുക, താൻ ചെയ്തതാണ്, താൻ പറഞ്ഞിട്ടാ ധനകീർത്തി മാല മോഷണം കൊണ്ട് തന്നെ എന്നങ്ങോട്ട് പറയാം. ധനകീർത്തി പറഞ്ഞു, ഞാൻ പുരോഹിതന് കൊടുത്തിട്ടുണ്ട് മാല എന്ന്. ഓ, പുരോഹിതനെ കൊണ്ടുവന്നു. നിങ്ങളുടെ കയ്യിൽ മുത്തുമാല ഉണ്ടോ? മുത്തുമാല ഉണ്ട് എന്ന് ചോദിച്ചാൽ അത് ഞാൻ ഒരാൾക്ക് സമ്മാനം കൊടുത്തു, എൻ്റെ കയ്യിലിപ്പം ഇല്ല. താൻ പറഞ്ഞിട്ടാണോ ധനകീർത്തി മാല ഏർപ്പാടാക്കിയത്? അതെ, ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനോട്. മഹാറാണിയുടെ കഴുത്തില്ലാത്തങ്ങനെ പളപള മിന്നണ കണ്ടപ്പോൾ എനിക്കൊരു മോഹം, ആ മുത്തുമാല എടുത്തിട്ട് വേറെ ഒരു സ്ത്രീക്ക് സമ്മാനം കൊടുക്കണം. സ്ത്രീക്ക്? അതെ, എനിക്കിഷ്ടമുള്ള ഒരു സ്ത്രീയാണ് ഇവിടുത്തെ, ആ സ്ത്രീക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനത് കൊണ്ടുവരാൻ പറഞ്ഞത് എന്നാൽ സമ്മതിച്ചു. അപ്പോൾ പുരോഹിതന് അടിയൊന്നും ഉണ്ടായില്ല. വേഗം ചോദിച്ചു, താൻ ആരൊക്കെ കൊടുത്തതെന്ന് ചോദിച്ചു. ഞാൻ മഹാറാണിയുടെ തോഴിക്ക്, അവളല്ലേ മഹാറാണിയുടെ കൂടെ എപ്പോഴും നടക്കണത്. റാണിയുടെ കഴുത്തിൽ ഈ മുത്തുമാല കണ്ടപ്പോൾ അവളൊക്കെ അങ്ങോട്ട് മോഹം തോന്നി. അവളെ എന്നോട് പറഞ്ഞു, സ്വാമി, എനിക്ക് ആ മാല ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന് മോഹമുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം, എന്ത് വേണമെങ്കിൽ തരാം, അങ്ങ് എനിക്ക് ആ മാലയൊന്ന് എടുത്തു തരൂ എന്ന് പറഞ്ഞു. എനിക്ക് അവളോട് ഇത്തിരി താല്പര്യമുണ്ടെന്നും വെച്ചോളൂ, ഞാനാണ് ധനകീർത്തി ഏർപ്പാടാക്കിയത്. അങ്ങനെ ധനകീർത്തിയായിട്ട് എനിക്ക് മാല കൊണ്ടുവന്നു, ഞാനത് റാണിക്ക് സമ്മാനം കൊടുത്തു. അത് ശരി, റാണിയെ പിടിച്ചു കൊണ്ടുവന്നു രാജസദസ്സിലേക്ക്. അപ്പം ഗ്രാമീണനിരിക്കണു, ധനകീർത്തിയിരിക്കണു, പുരോഹിതനിരിക്കുന്നു. എന്ത് ചെയ്താൽ ഇനിയിപ്പോൾ എന്താ വേണ്ടേ? ഒരു നിവർത്തിയില്ല. ദാസി വേഗം രംഗം കണ്ടപ്പോൾ തോന്നി, താനിപ്പോൾ എന്തെങ്കിലും സൂത്രം എടുത്ത് രക്ഷപ്പെട്ടില്ല എന്ന് വെച്ചാൽ തൻ്റെ കാര്യം കഷ്ടവും. ഇങ്ങനെ കാലത്തെ തൊട്ട് രാവിലെ തൊട്ട് ഈ വിചാരണ തുടങ്ങി കഴിഞ്ഞപ്പോൾ നേരെ സന്ധ്യ പറയും. ഇനിയിപ്പോൾ ആരായാലും തോഴിക്കും നല്ല 2-4 ഇടിയൊക്കെ കൊടുത്തത്,
തോഴിയൊക്കെ അവിടെ പിടിച്ചിട്ടു ഒടുക്കം. അപ്പം എല്ലാം മന്ത്രിമാരെല്ലാവരും ഉണ്ട്. അപ്പം ഇതുവരെ നമ്മുടെ ബോധിസത്വൻ്റെ അവതാരമായ കുമാരൻ ഒന്നിനും ഇടപെട്ടിട്ടില്ല. എല്ലാ കഥകളും കണ്ടും കേട്ടും അവിടെ നിൽക്കുകയാണ്. ഒക്കെ കഴിഞ്ഞപ്പോൾ അപ്പോഴെങ്ങനെ ചുറ്റുമുള്ള ഓരോ മന്ത്രിമാരുടെ അഭിപ്രായവും അവർ പറഞ്ഞതുപോലെയും ഒക്കെ കേട്ടു. ഓരോ കള്ളന്മാരെ കള്ളനെന്ന് കരുതിയിട്ട് പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇടിയൊക്കെ കഴിഞ്ഞ ഓരോ മന്ത്രിമാരും ഒക്കെ ഇടപെട്ടുണ്ട്. ഈ കുമാരൻ ഈ മന്ത്രി ഒന്നും മിണ്ടണില്ലല്ലോ, ഈ ബ്രാഹ്മണ കുമാരൻ ഒന്നും മിണ്ടണില്ലല്ലോ എന്ന് രാജാവിന് തോന്നി. രാജാവിന് അപ്പോൾ പറഞ്ഞു, ഏതായാലും ഇനിയിപ്പോൾ ഇന്ന് തുടരാൻ പറ്റില്ല, നാളെ രാവിലെ ആയിട്ട് വേണ്ടേ. അപ്പോൾ ഇന്നൊരു രാവ് ഈ കള്ളന്മാരെയൊക്കെ സൂക്ഷിക്കണ്ടേ. ഗ്രാമീണനെ സൂക്ഷിക്കണം, ധനകീർത്തിയെ സൂക്ഷിക്കണം, പുരോഹിതനെ സൂക്ഷിക്കണം, ഈ ദാസിയെ സൂക്ഷിക്കണം. ഇവരൊക്കെ മാല മോഷ്ടിച്ചു എന്ന് സമ്മതിച്ചിട്ടുള്ള ഒരുവാണ്. എല്ലാവരും അവരവരുടെ ഭാഗം തെറ്റ് ചെയ്തത് തന്നെയാണ്. അതുകൊണ്ട് ഇവരെ രാത്രി ഒന്ന് സൂക്ഷിക്കാനായിട്ട് ഈ ബോധിസത്വൻ്റെ അവതാരമായ കുമാരൻ എന്ന ആ ബ്രാഹ്മണ യുവാവിനെ രാജാവ് വിളിച്ചു. അദ്ദേഹം അപ്പോൾ രാജസദസ്സിലെ മന്ത്രിയും കൂടിയാണ് കേട്ടോ. അങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, കുമാര, ഇന്ന് രാത്രി ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ട, ഇവരെല്ലാം ഒരു മുറിയിൽ അവർക്ക് വേണ്ട ഭക്ഷണവും കൊടുക്കണം, കിടക്കാനുള്ള കിടപ്പാളങ്ങളുമൊക്കെ കൊടുക്കണം. എന്നിട്ട് അവരെ സംരക്ഷിക്കേണ്ട ചുമതല താങ്കൾക്കാണ്, താങ്കൾ ആ ജോലി ഏറ്റെടുക്കണം. അപ്പോൾ കുമാരൻ പറഞ്ഞു, ഞാനത് ചെയ്തോളാം, ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ആ ജോലി ചെയ്തോളാം എന്നും പറഞ്ഞു. അങ്ങനെ ആ കള്ളന്മാരെയൊക്കെ ഒരു പാർപ്പിടത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. ബോധിസത്വൻ അവിടെ കാവലിരിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താണ്ടാവുക, മാല കിട്ടിയിട്ടില്ല ഇതുവരെ, മാല കിട്ടണ്ടേ ഇതുവരെ. ദാസിക്ക് മാല കിട്ടിയോന്ന് പുരോഹിതൻ പറയണ ദാസിക്ക് കൊടുത്തു എന്നാ. ദാസി കഴുത്തിലൊന്നും ഇട്ട് കാണാനുമില്ല. ഇനിയിപ്പോൾ എന്താ കഥ, ഇത് എങ്ങനെ കിട്ടും മുത്തുമാല? മുത്തുമാല ഇപ്പം എവിടെയാ, ആരുടെ ഇല്ല എന്നറിയാനുള്ള ഒരു ആകാംക്ഷയോടുകൂടി എല്ലാവരും സന്ധ്യ ആയപ്പോഴേക്കും അവരവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചുപോയി. രാവിലെ കറക്റ്റ് 8 മണിക്ക് വിചാരണ വീണ്ടും തുടങ്ങുകയും ചെയ്യും. അങ്ങനെ രാജാവ് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഗ്രാമീണനൊന്നുമില്ലാത്തവനാണ്. ഈ മുത്തുമാല കൊണ്ടുപോയി വിറ്റിട്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ ധനകീർത്തി, അയാൾ വളരെ വലിയ വ്യവസായിയാണ്, അയാൾക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ട്. അപ്പോൾ ഈ മുത്തുമാല മോഷ്ടിക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ പുരോഹിതൻ ഈ പറഞ്ഞതുപോലെ തൻ്റെ കയ്യിലൊട്ട് ഇല്ലതാനും മുത്തുമാലയെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ദാസി വന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ ദാസിയോടുള്ള ഒരു പ്രേരണ കാരണം, ഒരു സ്നേഹാധിക്യം കാരണം ആ മുത്തുമാല കിട്ടാൻ ഏർപ്പാട് ചെയ്തിട്ട് പുരോഹിതനാണോ ഇതിൻ്റെ ഉള്ളിൽ ദാസിക്ക് കൊടുത്തു എന്ന് അദ്ദേഹം പറയണേ. ദാസിക്ക് കിട്ടിയോ, ദാസിക്ക് കൊടുത്തോ? കഴുത്തോളം തൊട്ട് ഇതുവരെ കണ്ടിട്ടില്ല, പുറത്തൊന്നും ഇറക്കിയൊക്കെ കണ്ടില്ല എന്നൊക്കെ രാജാവ് ഇങ്ങനെ ആലോചിച്ച് കിടന്ന എപ്പോഴോ ഉറങ്ങിപ്പോയി. ഇന്ന് ഈ കഥ ഞാനിവിടെ നിർത്തുക. എല്ലാവരും ആലോചിക്കട്ടെ, കള്ളന്മാരും ആലോചിക്കട്ടെ, രാജഭടന്മാരും ആലോചിക്കട്ടെ, മന്ത്രിമാരും ആലോചിക്കട്ടെ. രാജാവിൻ്റെ ആലോചന മാത്രമേ നമ്മളിപ്പോൾ ചിന്തിച്ചുള്ളൂ. അപ്പോൾ ഇത് വാനരയുവതിയും മുത്തുമാലയും എന്ന കഥയുടെ 2ാം ഭാഗം ഞാനിവിടെ നിർത്തുന്നു. നാളെ തന്നെ പറയട്ടോ 3ാം ഭാഗം. നിങ്ങൾക്കറിയണ്ടേ മുത്തുമാല മോഷ്ടിച്ചത് ആരാണെന്ന്? മുത്തുമാല മോഷ്ടിച്ച ആൾ നല്ല ശരി ചിരിച്ചോണ്ടിരിക്കുക അങ്ങനെ അല്ലേ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.